26 വർഷത്തെ വിശ്വാസം, ലക്ഷക്കണക്കിന് സന്തോഷകരമായ ദാമ്പത്യങ്ങൾ. കല്യാണം എന്നാൽ കേരള മാട്രിമോണി തന്നെ. ലൈംഗിക അതിക്രമ കേസിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രശസ്ത എഴുത്തുകാരിയായ യുജീൻ കരോളിന് 5.63 ദശലക്ഷം ഡോളർ, അതായത് ഏകദേശം 47 കോടി നഷ്ടപരിഹാരം നൽകി. കരോളിനെ ട്രംപ് ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നും അപകീർത്തിപ്പെടുത്തിയെന്നും 2023 ജൂറി കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി ഉത്തരവിലൂടെ ഈ പണം കൈമാറിയത്. എഴുത്തുകാരി യുജീൻ കരോളിനെ ലൈംഗികമായി പീഡിപ്പിക്കുകയും അപകീർത്തിപ്പെടുത്തുകയും ചെയ്ത കേസിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 5.63 ദശലക്ഷം ഡോളർ, അതായത് ഏകദേശം 47 കോടി രൂപ നഷ്ടപരിഹാരം നൽകി. ജൂൺ 29-ന് അമേരിക്കൻ സുപ്രീം കോടതി ട്രംപിന്റെ അപ്പീൽ പരിഗണിക്കാൻ വിസമ്മതിച്ചതോടെയാണ് 2023 ജൂറി വിധി അന്തിമമായത്. ജൂലൈ 14-ന് കോടതി മേൽനോട്ടത്തിലുള്ള അക്കൗണ്ടിൽ നിന്നും തുക കരോളിന്റെ നിയമസ്ഥാപനത്തിന് കൈമാറി. 1996-ൽ മാൻഹാട്ടനിലെ ഒരു ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിലെ ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് ട്രംപ് തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചെന്നായിരുന്നു കരോളിന്റെ ആരോപണം. 2019-ൽ ഇത് പരസ്യമാക്കിയ കരോളിനെ ട്രംപ് അപകീർത്തിപ്പെടുത്തി എന്നാരോപിച്ചുകൊണ്ടാണ് ഈ കേസ്. ഇയാൾ വർഷങ്ങളായി ഈ കേസ് വൈകിപ്പിക്കുകയാണ്. ജൂറി ഏകകണ്ഠമായി അദ്ദേഹം ലൈംഗിക പീഡനവും അപകീർത്തിപ്പെടുത്തലും നടത്തിയെന്ന് കണ്ടെത്തുകയും ചെയ്തു. ഇനി അദ്ദേഹം നീതി പാലിക്കേണ്ട സമയമായെന്നായിരുന്നു ഫണ്ട് വിതരണം ചെയ്യാൻ ഉത്തരവിട്ട ജഡ്ജി ലൂയിസ് കപ്ലാന്റെ വാക്കുകൾ. ട്രംപ് തന്റെ അഭിഭാഷക സംഘത്തിലൂടെ ഈ ആരോപണങ്ങൾ ആവർത്തിച്ച് നിഷേധിച്ചു. ഇതൊരു വേട്ടയാടലാണെന്നും കരോളിന്റെ വാദങ്ങൾ പുസ്തക വിൽപ്പന വർദ്ധിപ്പിക്കാനുള്ളൊരു ശ്രമമാണെന്നുമാണെന്ന നിലപാടിൽ തന്നെയായിരുന്നു ട്രംപ് ഉറച്ചു നിന്നത്. ഇതുകൂടാതെ 2024-ൽ വേറൊരു ജൂറി ട്രംപിനെതിരെ ഏകദേശം 693 കോടി രൂപയുടെ നഷ്ടപരിഹാരം വിധിച്ച പ്രത്യേക അപകീർത്തി കേസ് നിലവിലുണ്ട്. ഇതിപ്പോഴും അപ്പീൽ ഘട്ടത്തിലാണ്. 2 കേസുകളും കൂടി ചേർത്താൽ ട്രംപ് നൽകാനുള്ളതാകട്ടെ 100 ദശലക്ഷം ഡോളറിലധികം രൂപ, അതായത് 830 കോടിയിലധികം ഇന്ത്യൻ രൂപ. കരോളിന്റെ അഭിഭാഷക റോബർട്ട കപ്ലാൻ 3 വർഷം മുൻപ് 9-അംഗ ജൂറി ഏകകണ്ഠമായി ട്രംപ് ഉത്തരവാദിയാണെന്ന് കണ്ടെത്തിയിരുന്നു. ഇന്ന് ആ വിധിയിലെ നഷ്ടപരിഹാരം അവർക്ക് കിട്ടിയെന്ന് പ്രതികരിക്കുകയും ചെയ്തു. 83 ദശലക്ഷം ഡോളർ കേസിലെ അപ്പീൽ ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. കാത്തിരുന്നു തന്നെ കാണാം. ഇന്റർനാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.